എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ് വാർദ്ധക്യം. ഈ വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പേടി കുട്ടിക്കാലത്ത് തുടങ്ങും. ഒരു വയസ്സ് കൂടുതൽ പറയാൻ പേടിയാണ്. എല്ലാവരും 2 വയസ്സ് കുറച്ചേ പറയുള്ളൂ. ഞാനൊരു സത്യം പറയുകയാണ്, എൻ്റെ പ്രായം ചോദിച്ചാൽ 2 വയസ്സ് കുറഞ്ഞ ആ ലാഭം കിട്ടിയില്ലേ. ഇപ്പം എത്ര വയസ്സായടോ എന്ന് പറയും. 22 ആയാലും 20 പറയുള്ളൂ. 2 വയസ്സ് കുറച്ച് പറയും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു 70 കഴിഞ്ഞാൽ ഈ സ്വഭാവം നിൽക്കും. എനിക്കിപ്പോൾ വയസ്സ് എത്രയെന്ന വിചാരം. അപ്പം കേൾക്കുന്ന ആൾ, അല്ല അമ്മാമ്മയ്ക്കിപ്പോൾ 68 ആയോ? 68 എന്ന് കഴിഞ്ഞോടാ എന്നും പറഞ്ഞ് 2 വയസ്സ് കൂട്ടി പറയും. എന്നിട്ടും ഞാൻ എത്ര ആരോഗ്യത്തോടു കൂടി ഇരിക്കണമെന്നാണ് എൻ്റെ അർത്ഥം. 2 വയസ്സ് കൂട്ടിയാണ് പറയുക. 90 അടുക്കാറായി, ഇനിയിപ്പോൾ 100ൻ്റെ അടുത്തെത്തി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഞാൻ എന്നിട്ടും വളരെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു എന്നാണ് അർത്ഥം. എന്നിരുന്നാലും പൊതുവെ വാർദ്ധക്യത്തിൽ എങ്ങനെ ജീവിക്കും എന്നൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. വീട് കാക്കുന്ന നായയുടെ മാതിരിയാണ്. മകളും ഭർത്താവും കൂടി സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോകുമ്പോൾ സാധാരണഗതിയിൽ ഇവർ ഒറ്റയ്ക്കാ താമസിക്കണമെങ്കിൽ വീടൊക്കെ പൂട്ടണം. ഇതിപ്പോൾ അച്ഛൻ വീട്ടിലുണ്ടല്ലോ, ഉമ്മർത്ത്. അച്ഛൻ ഇവിടെ ഉണ്ടാവില്ലേ എന്നൊരു ചോദ്യം ഇന്ന് മൂളും. ഇവരുടെ കൂടെ സെക്കൻഡ് ഷോന് പോകാനുള്ള സാഹചര്യം കാരണം അവർക്ക് ഉണ്ടാവില്ല. ഇനി പോകണം തോന്നിയാൽ ഇവർ കൊണ്ടുപോകില്ല. കാരണം ഇദ്ദേഹത്തിന് മുട്ടുവേദന എപ്പോഴാണ് ഇളകുകയെന്ന് അറിയില്ല. ഒരു സംശയം ചോദിക്കുകയാണ്, ഒരു ദിവസത്തിലെ ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? നമ്മുടെ ശരീരത്തിൻ്റെ ചാക്രികത പ്രകൃതിയുടേതാണ്. ഒരു ദിവസം ഏറ്റവും നല്ല സമയം പ്രഭാതം. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ പോലെ ഒരു ദിവസത്തിൻ്റെ കുട്ടിയാണ് പ്രഭാതം. ചെറിയ കുട്ടികൾക്ക് ഒരു ടെൻഷനുമില്ല. രാത്രിയിലത്തെ ആഹാരം ഉണ്ടോ ഇല്ലയോ എന്ന് അവർ അന്വേഷിക്കില്ല, അമ്മ ചോറ് തരും. വളരെ നിഷ്കളങ്കമായ ജീവിതമാണ് ബാല്യത്തിൽ. പിന്നെ വെയിലിന് ചൂട് പിടിച്ചു. കൗമാരം, ഒരു 10 മണി കൗമാരം. യൗവനം എന്ന് പറഞ്ഞാൽ നട്ടുച്ചയാണ്. സകല പ്രോബ്ലവും യൗവനത്തിലുണ്ടാവുക. ഗ്രാമീണ ഭാഷയെ പറഞ്ഞാൽ എല്ലാവിധ കച്ചറകളും യൗവനം തന്നെ വല്ലാത്തൊരു വനമാണ്. പ്രണയം, പ്രണനൈരാശ്യം, വീടായിട്ട് തെറ്റ്, ഭാര്യയായിട്ട് തെറ്റിൽ, ഡൈവേഴ്സ് ഇതൊക്കെ യൗവനത്തിലാണ്. എന്നാൽ ബാല്യത്തിൽ സുഖമാണ് എന്ന് പറഞ്ഞ പോലെ പ്രപഞ്ച സംവിധാനത്തിലെ ഏറ്റവും നല്ല ടൈം സന്ധ്യയാണ്. സമുദ്രതീരത്ത് പോയി നോക്കൂ, ആ സന്ധ്യയ്ക്ക് എന്തൊരു മനോഹാരിതയാണ്. കോഴിക്കോട് സ്ഥിരതാമസിക്കുന്ന ഞാൻ ഇന്ത്യയിലെ പല സ്ഥലത്തും സമുദ്രതീരത്തിലെ സന്ധ്യ കണ്ടിട്ടുണ്ട്. ഗുജറാത്തിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും സന്ധ്യ. രാമേശ്വരത്തെ, ഗുജറാത്തിലെ സന്ധ്യയ്ക്ക് വളരെ ഭംഗിയാണ്. പക്ഷികൾ മുഴുവനെ ചേക്കാറാൻ വേണ്ടി മടങ്ങും. ഏറ്റവും നല്ല മനസ്സോടു കൂടിയാണ് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു വരുന്നു. ചിലപ്പോൾ നാളെയുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങി, ബേക്കറി സാധനം വാങ്ങി. സുഖമായുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടാണ് പറയണത്. യഥാർത്ഥത്തിൽ പ്രകൃതി ഒരുക്കി തന്നു. ഞാൻ പട്ടാമ്പിക്കാരനാണ്. കുട്ടിക്കാലത്ത് ഓലപ്പര ടാക്കീസിൽ അച്ഛൻ്റെ കൂടെ സിനിമ കാണാൻ പോകും. അപ്പോൾ അന്നത്തെ ഫേമസ് സിനിമകളൊക്കെയാണ് നീലക്കുയിലൊക്കെ. അപ്പോൾ ഓലപ്പര ടാക്കീസിൽ 5 ബൾബ് ഇങ്ങനെ കത്തുണ്ടാവും. അച്ഛനോട് ചോദിക്കും, എന്താ അച്ഛാ സിനിമ അടങ്ങാത്തത്? ഇത് കണ്ട് തുടങ്ങിയാൽ പിന്നെ ആനന്ദമാണ്. പിന്നെ ഈ ഭൂമിയിൽ ഒന്നും ശ്രദ്ധയില്ല, സിനിമയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ ഒരു ബൾബ് കേടും. അച്ഛാ തുടങ്ങുമോ? ഇനി കുറച്ച് കഴിയുമ്പോൾ 2ാമത്തെ ബൾബ്
അങ്ങനെ 5 ബൾബും കെട്ടാൽ സിനിമ തുടങ്ങും. പിന്നെ അവിടെ ഇരുന്ന് ഈ ബൾബിലേക്ക് നോക്കലാണ്, ഇതൊന്ന് കിട്ടണ്ടേ. പണ്ടത്തെ സിനിമ കണ്ടവർക്കൊക്കെ അത് ഓർമ്മ ഉണ്ടാവും. ഈ 5 ബൾബുകൾ കുറേ കഴിയുമ്പോൾ രണ്ടാമത്തെ കെടും. ഈശ്വര, ഇനിയിപ്പം 3 ബൾബ് കെട്ടണമല്ലോ. കുട്ടിക്കാലത്തൊരു മനസ്സാണ്. സ്റ്റേജിൽ കലാപരിപാടിയെങ്കിലും പ്രസംഗിക്കാൻ അത്ര പേര് ഉണ്ട് നോക്കുന്നിട്ട് അവരെ ശപിക്കുക കൊടുത്തിട്ട്, ഇവരൊന്ന് സംസാരം നിർത്തിയാലാണല്ലോ പിന്നെ ഡാൻസോ നാടകമോ തുടങ്ങുള്ളൂ. ഇനി എത്ര പേരുണ്ട്, 3, അയ്യോ ഇത് തീർന്ന് കിട്ടണേ എന്ന് പറഞ്ഞ പോലെ 4 ബൾബ് കിടുമ്പോഴേക്കും നോട്ടായി. 5ാമത്തെ കടലും സിനിമ അടങ്ങലും ഒപ്പ. എങ്ങനെയാണ് അതിൻ്റെ വിദ്യ എന്നുള്ളത് സാങ്കേതികത്തെ അറിയുന്നവർക്കേ അറിയുള്ളൂ. ജീവിതത്തിലെ പരമാനന്ദകരമായ സിനിമ കാണുന്നതിന് ഇപ്പം തടസ്സം നിൽക്കുന്ന 5 ബൾബുകളുണ്ട്. കണ്ണ്. ആ കണ്ണ് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. അത് ഏതാപ്പോൾ പെൺകുട്ടി, എന്താ ഉള്ള പേര്, വയസ്സിപ്പോൾ എത്രയാവട്ടെ, അവൾ വരുന്ന ശൈലജ എന്നാണ്. അപ്പോൾ എന്തിനാ എവിടെയാണ് പഠിക്കണം, അവൾക്കൊരു കാമുകുണ്ടെന്ന് കേട്ടല്ലോ. എന്തിനാ അതൊക്കെ അറിയണം. കണ്ണ്. കാതിൽ ഒന്നങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും എന്തിനാ ഈ കാതിൻ്റെ പിറകെ പോണ്. മൂക്ക്, ഗന്ധം അടിക്കുമ്പോൾ തന്നെ നല്ല മണം അടിക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ഒരു സാധനം തിന്നത് 30 കൊല്ലം മുമ്പ് നാഗർകോവിലിൽ വെച്ച് കഴിച്ചതാ. മൂക്ക്. നാക്കിൻ്റെ പിന്നാലെ. യഥാർത്ഥ ജീവിതത്തിലെ പരമാനന്ദം അനുഭവിക്കാൻ ഈ ഇന്ദ്രിയങ്ങൾ ശരിക്കും തടസ്സമാണ്. ആരുടെ കാര്യം പറയാണ്? നമ്മളുടെ ശരീരത്തിൽ ത്വക്ക് ചുളിഞ്ഞു. ത്വക്ക് ചുളിയുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സെക്സ് നമ്മളെ ശ്രദ്ധിക്കാതെ ആകുമ്പോൾ തന്നെ കുറേ സമാധാനമായല്ലോ. ചിലവരൊക്കെ പറയാറുണ്ട്, സ്ത്രീകളും പറയാറുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ നടക്കും, ഇനിയിപ്പോൾ ആരും എന്നെ നോക്കണ്ട, ആരും ശ്രദ്ധിക്കില്ല. ഇങ്ങനെ ഒരു സ്ത്രീ ക്യൂവിൽ ഇങ്ങനെ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്ന കാര്യമേ ഒരാളും ശ്രദ്ധിക്കില്ല. ചെറുപ്പക്കാരികളാച്ചാൽ എല്ലാവരും അടുത്തിക്കുന്നു, എന്താ നിൽക്കണത്, അയ്യോ നിൽക്കുന്നത് വലിയ കഷ്ടമല്ലേ, ആ കടലാസ് കിടന്നോളൂ ഞാൻ ശരിയാക്കി തരാം, ഒക്കെ പ്രോബ്ലമാണ്. എതിർലിംഗത്തെ ആകർഷണം ഇല്ലാതാക്കാൻ പ്രകൃതി വേണ്ടുന്നൊക്കെ ചെയ്തു. പക്ഷേ ഏറ്റവും വലിയൊരു സൗന്ദര്യം പ്രകൃതി വാർദ്ധക്യത്തിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വളരെ വയസ്സായ സ്ത്രീകൾ മുടിയൊക്കെ നരച്ച് അവരുടെ ആ വൈറ്റ് ഡ്രസ്സൊക്കെ ധരിച്ച് അവരെ കാണുമ്പോൾ എന്തൊരു അഴകാണ് നോക്കിയിട്ടുണ്ടോ. അതുപോലെ നല്ല മനസ്സുള്ള വയസ്സായ ആളുകൾ, അവരുടെ ഡ്രസ്സ് രീതി, അവരുടെ പുഞ്ചിരി, ഇത്തരം ആളുകളെയൊക്കെ കാണുന്നത് ഹിമാലയം മുതൽക്ക് പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും വെച്ച് കണ്ടിട്ടുണ്ട്. ഇതിന് പകരം വയസ്സ് വരുന്നു, വാർദ്ധക്യം വരുന്നു, പിന്നെ തമാശയൊക്കെ ചെറുപ്പക്കാർ പറഞ്ഞിട്ടല്ലേ, വയസ്സന്മാരില്ലല്ലോ. നമുക്കതിൽ നിന്നൊരു മോചനം ഉണ്ടാകണം. ഒരു ദിവസത്തെ ഏറ്റവും നല്ല സമയം ഉച്ചയല്ല, സന്ധ്യ ആണ്. ഒരു ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ബാല്യം കഴിഞ്ഞാൽ. അതുകൊണ്ടാണല്ലോ ബാല്യത്തിലെ ശീലങ്ങളൊക്കെ വാർദ്ധക്യത്തിൽ വരുന്നുവെന്ന്. ആ വാർദ്ധക്യത്തിൻ്റെ മനോഹാരിത മനസ്സിലാക്കി, സന്ധ്യയുടെ മനോഹാരിത മനസ്സിലാക്കി സമുദ്രതീരത്ത് പോകുന്നത് പോലെ ഈ മനോഹാരിത മനസ്സിലാക്കുന്നത് നല്ലതല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം.